യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് നിങ്ങളോട് ഒരു കഥ പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് ഇന്നേക്ക് ഏതാണ്ട് 3850 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറയാൻ പോകുന്ന കഥ അവസാനിക്കുന്നത് ഈ 2020 പെസഹ വ്യാഴാഴ്ച നമ്മൾ ഓരോരുത്തരും വീട്ടിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമാണ്. വാസ്തവത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയല്ല. കുറേ കൊന്ത മണികൾ കൂട്ടിച്ചേർത്ത് ഒരു ജപമാല കെട്ടുന്നത് പോലെ കുറേ സംഭവങ്ങൾ കോർത്തിണക്കി ഞാനൊരു കഥ പോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഈ കഥ ആരംഭിക്കുന്നത് മെസൊപ്പൊട്ടോമിയ എന്ന ദേശത്ത് ഊർ എന്ന സ്ഥലത്താണ്. മെസൊപ്പൊട്ടോമിയ എന്ന് ഒരു സ്ഥലം ഒരുപക്ഷെ ഇന്ന് ആർക്കും കേട്ട് പരിചയമില്ല. മെസൊപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ അതൊരു ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം 2 നദികളുടെ ഇടയ്ക്കുള്ള സ്ഥലം എന്നാണ്. നമ്മൾ കേട്ടിട്ടുള്ള യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന നദികളുടെ ഇടയ്ക്ക് ഉള്ള ആ സ്ഥലത്തെയാണ് പണ്ട് മെസൊപ്പൊട്ടോമിയ എന്ന് വിളിച്ചിരുന്നത്. ആ സ്ഥലങ്ങൾ ഇന്ന് അറിയപ്പെടുന്നത് കുവൈറ്റ്, ഇറാൻ, ഇറാഖ്, സിറിയ, ടർക്കി എന്നീ പേരുകളിലാണ്. അപ്പോൾ ഈ മെസൊപ്പൊട്ടോമിയയിൽ ഊർ എന്ന സ്ഥലത്ത് തേരഹ് എന്നൊരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മകൻ അബ്രാഹവും മറ്റ് കുടുംബാംഗങ്ങളും ജീവിച്ചിരുന്നു. ഊർ എന്ന സ്ഥലം ഇന്നത്തെ ഇറാഖിൽപ്പെട്ട ഒരു പ്രദേശമാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തേരഹിന് ഒന്ന് താമസം മാറ്റണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ഊർ എന്ന ദേശം വിട്ട് ഹനാൻ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. ആ സ്ഥലം ഇന്നത്തെ ടർക്കിയിലാണ്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും നാടിനെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അങ്ങനെ ദൈവം വിളിച്ചതനുസരിച്ച് അബ്രാഹം സ്വന്തം നാട് വിട്ട് പോയി. ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിച്ചത് കാനാൻ ദേശത്താണ്. കാനാൻ ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യോർദാൻ, ഇസ്രായേൽ, സിറിയ, ലെബനോൻ എന്നീ രാജ്യങ്ങളടങ്ങിയ പ്രദേശമാണ്. ആ കാനാൻ ദേശത്ത് ഇന്നത്തെ ഇസ്രായേൽ എന്ന രാജ്യത്താണ് ദൈവം അബ്രാഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത്. അബ്രാഹം അവിടെ താമസിക്കുമ്പോൾ അവിടെ ക്ഷാമമുണ്ടാവുകയും അബ്രാഹവും കുടുംബവും ഈജിപ്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അബ്രാഹം സ്വന്തം ഭാര്യ സാറയെ പരിചയപ്പെടുത്തിയത് ഭാര്യയായിട്ടല്ല, സഹോദരിയായിട്ടാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇതാണ്: ഭാര്യയായിട്ട് പരിചയപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈജിപ്തുകാർ അബ്രാഹത്തെ കൊന്നിട്ട് ഭാര്യയെ തട്ടിയെടുക്കുമെന്ന് പേടിച്ചു. അതുകൊണ്ട് സഹോദരി എന്ന് പറഞ്ഞു. സാറ സുന്ദരിയായിരുന്നു. ഈ വാർത്ത ഫറവോ അറിഞ്ഞു. അങ്ങനെ സാറയെ ഫറവോ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദൈവം അതിൽ കോപിച്ച് പകർച്ചവ്യാധി കൊണ്ട് ഫറവോയുടെ കുടുംബത്തെ ശിക്ഷിച്ചു. ഫറവോ സത്യം തിരിച്ചറിഞ്ഞു, സാറയെ വിട്ടു, അബ്രാഹത്തോട് ഈജിപ്ത് വിട്ടുപോകാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ അബ്രാഹം വീണ്ടും ഈജിപ്ത് വിട്ട് ഇസ്രായേലിലേക്ക് വന്നിട്ട് ബഥേൽ എന്ന സ്ഥലത്തെത്തി. ഈ ബഥേൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അബ്രാഹവും സഹോദരപുത്രനായ ലോത്തും തമ്മിൽ വഴിപിരിയുന്നത്. ലോത്ത് സോദോം ഗൊമോറ പ്രദേശം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോകുന്നു. അബ്രാഹം അവിടെ നിന്ന് പോയത് ഹെബ്രോൺ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ അബ്രാഹം താമസം തുടങ്ങി. അബ്രാഹത്തിൻ്റെ മകനായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, യേസോവും യാക്കോബും. ഈ യാക്കോബിന്
12 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേരായിരുന്നു ജോസഫ്. നമ്മൾ പറയുന്ന പഴയ നിയമത്തിലെ ജോസഫ്. യാക്കോബിന് ജോസഫിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. കാരണം യാക്കോബിന് വാർദ്ധക്യത്തിലുണ്ടായ കുട്ടിയായിരുന്നു ജോസഫ്. അപ്പം യാക്കോബ് ജോസഫിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ബാക്കി 11 സഹോദരന്മാർ ജോസഫിനെ വെറുക്കുകയും ചെയ്തു. ഇവരുടെ ജോലി ആടുമേയ്ക്കലായിരുന്നു. ആടുമേയ്ക്കാൻ പോയാൽ വളരെ കാലത്തിന് ശേഷമാണ് തിരിച്ചു വരിക. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പോയാൽ തിരിച്ചു വന്നാലാണ് വിവരമറിയുക. അതുകൊണ്ട് യാക്കോബ് മക്കളോടുള്ള ഒരു കരുതലിൻ്റെ ഭാഗമായി ജോസഫ് വീട്ടിലുണ്ടായിരുന്നു. ജോസഫിനോട് പറഞ്ഞു, നീ പോയി ആടുകൾക്കും സഹോദരന്മാർക്കും ക്ഷേമമാണോ എന്ന് അന്വേഷിച്ച് എൻ്റെ അടുത്ത് നിന്ന് വിവരം പറയുക. അങ്ങനെ ജോസഫ് യാത്ര പുറപ്പെട്ട് വളരെ ദൂരം നടന്ന് ദോത്താൻ എന്ന സ്ഥലത്ത് വെച്ച് സഹോദരന്മാരെ കണ്ടുമുട്ടി. അവിടെ വെച്ച് സഹോദരന്മാർ ജോസഫിനെ കൊല്ലാനായിട്ട് ആലോചിച്ചു. പിന്നെ മൂത്ത സഹോദരൻ റൂബൻ പറഞ്ഞതനുസരിച്ച് കൊല്ലാതെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി അതിലൂടെ കടന്നുപോയ ഈജിപ്തിലെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. യേശുവിനെ വിറ്റത് 30 വെള്ളിക്കാശിന്, ജോസഫ് വിറ്റത് 20 വെള്ളിക്കാശിന്. അങ്ങനെ കച്ചവടക്കാർ ജോസഫിനെ ഈജിപ്തിൽ കൊണ്ടുപോയിട്ട് ചന്തയിൽ അടിമയായിട്ട് വിൽക്കാൻ വെച്ചു. ഈ ജോസഫിനെ അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയത് ഫറവോയുടെ സൈന്യാധിപനായ പൊത്തിഫറാണ്. പൊത്തിഫർ ജോസഫിനെ വീട്ടിൽ കൊണ്ടുപോയി അടിമപ്പണി ചെയ്യിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് താല്പര്യം തോന്നി. പാപം ചെയ്യാനായിട്ട് ജോസഫിനെ നിർബന്ധിച്ചു. ജോസഫ് ഒഴിഞ്ഞു മാറി. അവസാനം ഈ സ്ത്രീ ചെന്ന് ജോസഫിനെ കയറി പിടിച്ചു. ഇട്ടിരുന്ന ഷർട്ട് ഊരിക്കളഞ്ഞ് ജോസഫ് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അതിൽ കോപിച്ച പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫ് തന്നെ ഉപദ്രവിക്കാൻ വന്നെന്ന് പൊത്തിഫറിൻ്റെ അടുത്ത് നുണ പറഞ്ഞു. അങ്ങനെ പൊത്തിഫർ ജോസഫിനെ ജയിലിലടച്ചു. അങ്ങനെ ജോസഫ് ജയിലിൽ കിടക്കുക. അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. ഫറവോയ്ക്ക് ഒരു പ്രത്യേക സ്വപ്നമുണ്ടായി. ആ സ്വപ്നം ഫറവോയെ വല്ലാണ്ട് ആകുലപ്പെടുത്തി. ആ സ്വപ്നത്തിന് അർത്ഥം വ്യാഖ്യാനിക്കാൻ വേണ്ടി നിരവധി അർത്ഥം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരെ രാജകൊട്ടാരത്തിൽ വരുത്തി. അവർക്കാർക്കും ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫറവോ അറിഞ്ഞു, ജോസഫ് എന്ന പേരുള്ള ഒരുത്തൻ ജയിലിൽ കിടപ്പുണ്ട്. അവൻ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനാണ്. അവനെ കൊണ്ടുവന്നാൽ അവൻ സ്വപ്നം വ്യാഖ്യാനിക്കും. അങ്ങനെ ജോസഫിനെ കൊണ്ടുവന്നു. ജോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ജോസഫ് പറഞ്ഞ അർത്ഥം ഇതാണ്: അടുത്ത 7 വർഷത്തേക്ക് ഈജിപ്തിൽ നല്ല സമൃദ്ധി ഉണ്ടാകും, ധാരാളം വിളവുകളുണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത 7 വർഷം ക്ഷാമമായിരിക്കും. അതുകൊണ്ട് സമൃദ്ധിയുടെ 7 വർഷം വേണ്ടത്ര ധാന്യം കരുതി വെക്കണം. അങ്ങനെയാണ് ക്ഷാമകാലം അതിജീവിക്കാൻ കഴിയും. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ബോധ്യപ്പെട്ട് കിട്ടിയ ഫറവോ ജോസഫിനെ ഫറവോയുടെ തൊട്ടു താഴെയുള്ള ഈജിപ്തിൻ്റെ മുഴുവൻ മേൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനായി അധിപനായി നിയമിച്ചു. ജോസഫ് അങ്ങനെ എല്ലാവരും നിറ ധാന്യങ്ങൾ ശേഖരിച്ച് വലിയ കലവറകളുണ്ടാക്കി ധാന്യം സംഭരിച്ചു. അങ്ങനെ പട്ടിണിയുടെ കാലത്തെ അതിജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബ് താമസിക്കുന്ന ഇസ്രായേലിലും ക്ഷാമമുണ്ടായി. ഭക്ഷണം കിട്ടാനില്ലാതായി. അപ്പോൾ യാക്കോബ് സഹോദരന്മാരോട് പറഞ്ഞു, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ടു, നിങ്ങൾ അവിടെ പോയി ധാന്യം വാങ്ങിച്ചുകൊണ്ട് വരിക. അങ്ങനെ ജോസഫിൻ്റെ സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലെത്തി. അവർ ചെന്നുപെട്ടത് ജോസഫിൻ്റെ മുമ്പിലാണ്. പക്ഷേ അവർ ജോസഫിനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു. പക്ഷേ ജോസഫ് അവരെ വെളിപ്പെടുത്തിയുമില്ല. പിന്നീട് പല സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അവസാനം ജോസഫ് തന്നെ അവർക്ക് വെളിപ്പെടുത്തി. അവർ തമ്മിൽ രമ്യതപ്പെട്ടു. ജോസഫ് അവരെ വീട്ടിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, പോയി പിതാവിനെ യാക്കോബിനെ കൂട്ടി വരിക. അങ്ങനെ അവർ പോയി യാക്കോബിനെ കൂട്ടി ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതൊരു വലിയ യാത്രയാണ്. യാക്കോബ് മക്കളോടും കൊച്ചുമക്കളോടും കുടുംബാംഗങ്ങളോടും കൂടി ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുക. അവർ 70 പേരാണ് ഉള്ളത്.
യാക്കോബിൻ്റെ 11 മക്കളും അവരുടെ മക്കളും കൂടി 66 പേര്. ജോസഫ് ഓൾറെഡി ഇവിടെ എത്തി, അപ്പോൾ 68. ജോസഫിന് ഈജിപ്തിൽ വെച്ച് 2 മക്കളുണ്ടായി, അവരുടെ കൂട്ടി 70 പേര്. സ്ത്രീകളുടെ കാര്യം പറയുന്നില്ല, അവരുണ്ട്, പക്ഷേ അവരുടെ എണ്ണം പറയുന്നില്ല. അങ്ങനെ 70 പുരുഷന്മാർ ഈജിപ്തിലെത്തി. അവരവിടെ താമസം തുടങ്ങി. കാലം മുന്നോട്ട് പോയി, അവർ വർദ്ധിച്ചു പെരുകി, അവർ വലിയൊരു ജനസമൂഹമായി മാറി. അപ്പോൾ ഫറവോയ്ക്ക് ഇവരെ പേടിയായി. ഈ കണക്കിന് ഇവർ വർദ്ധിച്ചു പെരുകിയാൽ ഇവരൊരു വലിയ ശക്തിയായിത്തീരും, ഇവർ നമുക്ക് ഭീഷണിയായിത്തീരുമെന്ന് ഫറവോ ഭയപ്പെട്ടു. അതുകൊണ്ട് ഫറവോ പല വിധത്തിലും ഈ ഇസ്രായേൽക്കാരെ ഞെരുക്കാൻ തുടങ്ങി, കഷ്ടപ്പെടുത്താൻ തുടങ്ങി. സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ പ്രസവമെടുക്കുമ്പോൾ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ കഴുത്ത് ഞെരിച്ച് അപ്പളെ കൊന്നുകളയണം. പിന്നെ പണിയെടുക്കുമ്പോൾ ഇവരെ കണ്ടമാനം കഷ്ടപ്പെടുത്തണം. അങ്ങനെ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ആ പീഡനത്തിലൂടെ അവർ അനേക വർഷം കടന്നുപോയി. സഹികെട്ട ഇസ്രായേൽക്കാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽക്കാർ ഉയർത്തിയ പ്രാർത്ഥന ദൈവം കേട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവം അയച്ച വ്യക്തിയാണ് മൂശ. മൂശയ്ക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ദൈവം നിർബന്ധിച്ചിട്ട് മൂശ പോയി. അവിടെ ചെന്ന് ഫറവോയുടെ അടുത്തെത്തി ജനത്തെ വിടാൻ പറഞ്ഞു. ഫറവോ വിട്ടില്ല. അപ്പോൾ കർത്താവ് 10 ബാധകൾ അയച്ചു. ആ ബാധകൾ ഇതൊക്കെയാണ്: 1, ഈജിപ്തിലെ വെള്ളം മുഴുവൻ രക്തമായിട്ട് മാറി. 2, രാജ്യം മുഴുവൻ തവളകൾ കൊണ്ട് നിറഞ്ഞു. 3, രാജ്യം മുഴുവൻ പേൻ നിറഞ്ഞു. 4, രാജ്യം മുഴുവൻ ഈച്ചകൾ കൊണ്ട് നിറഞ്ഞു. 5, ഈജിപ്തിലെ കന്നുകാലികൾ മുഴുവൻ ചാകാൻ തുടങ്ങി. 6, ഈജിപ്തുകാരുടെ ശരീരത്തിൽ വ്രണങ്ങളുണ്ടാകാൻ തുടങ്ങി. 7, രാജ്യത്ത് കന്മഴ പെയ്യാൻ തുടങ്ങി. 8, വെട്ടുക്കിളിയുടെ ശല്യമുണ്ടായി. 9, രാജ്യം മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ഈ 9 മഹാമാരികൾ അയച്ചിട്ടും ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ ഫറവോ തയ്യാറായില്ല. അപ്പം ദൈവം 10ാമത്തെ മഹാമാരി അയക്കുകയാണ്. 10ാമത്തെ മഹാമാരി എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ സംഹരിക്കുക. അതിന് മുന്നോടിയായി ദൈവം മോശയെ വിളിച്ച് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിലെ 1ാമത്തെ മാസമായിരിക്കും. ആ മാസത്തിൻ്റെ പേരാണ് നീസാൻ മാസം അഥവാ അബീബ് മാസം. അപ്പോൾ ഈ നീസാൻ മാസമായിരിക്കും നിങ്ങൾക്ക് വർഷത്തിലെ 1ാമത്തെ മാസം. ഈ മാസത്തിലെ 10ാം ദിവസം ഓരോ കുടുംബവും കറയില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായം, ശാരീരികമായ വൈകല്യങ്ങളൊന്നും ഉണ്ടാകരുത്. അങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് 14ാം തീയതി വരെ വീട്ടിൽ സൂക്ഷിക്കണം. 14ാം തീയതി ആ ആടിനെ കൊല്ലണം. അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് വീടിൻ്റെ കട്ടിലപ്പടിയിന്മേൽ തളിക്കണം. എന്നിട്ട് എല്ലാവരും അകത്ത് കയറി വാതിലടച്ചിട്ട് ആ ആടിനെ കൊന്നിട്ട് പുളിക്കാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി നിന്നുകൊണ്ട് ചെരുപ്പ് ധരിച്ച് കയ്യിൽ വടി പിടിച്ച് ആ ആടിൻ്റെ മാംസം രാത്രിയിൽ ഭക്ഷിക്കണം. എന്താ പുളിക്കാത്ത അപ്പം പുളിപ്പിച്ചെടുക്കുന്ന സമയമാണ്, അതിനുള്ള നേരമില്ല. പെട്ടെന്നുള്ള യാത്രയ്ക്കുള്ള ഒരുക്കമാണ്. കയ്യിൽ വടി പിടിച്ചേക്കുന്നത് അതുകൊണ്ടാണ്, ചെരുപ്പ് ധരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം തന്നെ പുറപ്പെടണം. കയ്പുള്ള ഇല തിന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈജിപ്തിൽ അവർ കഴിഞ്ഞ അടിമത്തത്തിൻ്റെ സങ്കടങ്ങളുടെ കാലം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ആ സമയത്ത് ഈജിപ്തുകാരുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ ഞാൻ സംഹരിക്കും. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കട്ടിളപ്പടിയുമേൽ ആടിൻ്റെ രക്തം കാണുമ്പോൾ ആ വീടിനെ ഞാൻ കടന്നു പോകും. ഐ വിൽ പാസ് ഓവർ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിനെ ഞാൻ കടന്നു പോകും, ഉപദ്രവിക്കത്തില്ല. നിങ്ങളുടെ ആദ്യജാതരെ ഞാൻ കൊല്ലത്തില്ല. അങ്ങനെ ഈജിപ്തുകാരുടെ ആദ്യജാതരെ കൊന്നുകൊണ്ടും ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ ഉപദ്രവിക്കാതെയും ദൈവം കടന്നുപോയ ആ കടന്നുപോക്കലിനെയാണ് പാസ് ഓവർ, കടന്നുപോകൽ എന്ന് നമ്മൾ പറയുക. ആ വാക്കിൽ നിന്നാണ് പാസ് ഓവർ എന്ന വാക്ക് ഉണ്ടായത്. ഇസ്രായേൽക്കാർ അതിന് പറയുന്ന പേരാണ് പെസാക്ക്, PESAK.
PESACH, പെസാക്ക്, കടന്നുപോകൽ. അതിൻ്റെ മലയാള രൂപാന്തരീകരണമാണ് നമ്മൾ പറയുന്ന പെസഹ എന്ന വാക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിക്കും. അന്ന് രാത്രി ഫറവോ നിങ്ങളെ വിട്ടയക്കും, നിങ്ങൾ പോകണം. കർത്താവ് പറഞ്ഞതനുസരിച്ച് മൂശ ആൾക്കാരോട് പറഞ്ഞു. അവരെല്ലാം ആട്ടിൻകുട്ടിയെ ഒരുക്കി. 14 രാത്രി അതിനെ കൊന്നു, രക്തം തളിച്ചു. അവൾ വീട്ടിൽ ആടിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ കടന്നുപോയി ഈജിപ്തുകാരുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ആദ്യജാതരെ കൊന്നു. അന്ന് രാത്രി തന്നെ ഫറവോ മൂശയെ വിളിച്ച് എത്രയും വേഗം ഈജിപ്ത് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ മൂശ ഈ ജനത്തെ കൊണ്ട് വീണ്ടും വാഗ്ദാന നാട്ടിലേക്ക്, ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറയുന്ന പുറപ്പാട് യാത്ര. ഈ പുറപ്പാട് യാത്രയിൽ 6 ലക്ഷം യഹൂദ പുരുഷന്മാരുണ്ടായിരുന്നു. ഏകദേശം അത്രയും സ്ത്രീകൾ കാണും. ഒരു 2-3 ലക്ഷം കുട്ടികൾ കാണും. പിന്നെ അന്യജാതിക്കാരായ വലിയൊരു ജനസംഖ്യ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 15-18 ലക്ഷം ആളുകൾ. പിന്നെ ആയിരക്കണക്കിന് കന്നുകാലികളും ആടുമാടുകളുമൊക്കെ ആയിട്ടാണ് ഇവർ ഈ പുറപ്പാട് യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്രയിൽ കർത്താവ് പറഞ്ഞു, യാത്ര പുറപ്പെട്ട് 1-ാം വർഷമായപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ നിങ്ങൾ പുറപ്പെട്ടതിൻ്റെ 1-ാം വർഷം വരികയാണ്, നീസാൻ മാസം. ഈ വർഷവും നിങ്ങൾ ഇതുപോലെ കുഞ്ഞാടിനെ കൊന്ന് പെസഹ ആചരിക്കണം. ഈജിപ്തിലല്ല, ഇസ്രായേലിലെത്തിയാലും നിങ്ങളിതുപോലെ തന്നെ ചെയ്യണം. എല്ലാ വർഷവും നിങ്ങളിതുപോലെ പെസഹ ആചരിക്കണം. ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 14-ാം തീയതി വരെ സൂക്ഷിക്കണം. 14-ന് കൊന്ന് വീടിൻ്റെ കട്ടിലപ്പള്ളി രക്തം തളിക്കണം. മാംസം ചുട്ട് ഭക്ഷിക്കണം. അപ്പോൾ നിങ്ങളുടെ പിള്ളേർ ചോദിക്കും, ഇതെന്തായി കാണിക്കുന്നത്? വീട്ടിലിങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ, ഇന്ന് മാത്രം എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. എന്താണെന്നറിയാമോ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം? ഒന്ന്, ദൈവം നിങ്ങളെ രക്ഷിച്ച് ഈ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാനും ദൈവത്തിന് നന്ദി പറയുവാനും ഒരു അവസരമായി തീരുന്നത്. 2, പിള്ളേരിങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ രക്ഷിച്ച ഈ കഥകൾ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരവസരം കിട്ടും. അങ്ങനെ തലമുറകളിലേക്ക് ദൈവം രക്ഷിച്ച ഈ കഥകൾ കടന്നു പോകും. തലമുറകളായി പെസഹ ആചരിക്കുമ്പോൾ ഈ രക്ഷാകര ചരിത്രം ഓർക്കാനും പറഞ്ഞു കൊടുക്കാനും അതൊരവസരമായി തരും. അങ്ങനെ അവർ പെസഹ ആചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സോളമൻ രാജാവ് ജെറൂസലം ദേവാലയം പണിയുന്നത്. അതുവരെ യഹൂദന്മാർക്ക് സിനഗോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനഗോഗിൽ ബലിയർപ്പണമില്ല. പഴയ നിയമം വായിക്കും, പ്രാർത്ഥിക്കും, പ്രസംഗിക്കും, അത്രയൊക്കെ ഉള്ളൂ. ദേവാലയത്തെ മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ. യഹൂദന്മാർക്ക് ദേവാലയം ഇല്ലതാനും. അങ്ങനെയാണ് സോളമൻ ജെറൂസലം ദേവാലയം പണിയിപ്പിച്ചത്. ദേവാലയം പണിയിപ്പിച്ചപ്പോൾ മുതൽ എല്ലാ ബലിയർപ്പണങ്ങളും ജെറൂസലം ദേവാലയത്തിലേക്ക് മാറ്റി. അപ്പോൾ പെസഹായ്ക്കുള്ള ആടിനെ തിരഞ്ഞെടുക്കുന്നത്, കറയില്ലാത്തെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്, കൊല്ലുന്നത് എല്ലാം ജെറൂസലം ദേവാലയത്തിലേക്കായി. യേശുവിൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ട് 25-30 ലക്ഷം യഹൂദന്മാർ പെസഹ ആചരിക്കുവാൻ വേണ്ടി ജെറൂസലമിൽ വരുമായിരുന്നുവെന്നാണ് കണക്ക്. എന്നിട്ട് ഈ ആടുകളെ സാക്ഷ്യപ്പെടുത്തണം. അതിന് ആയിരക്കണക്കിന് പുരോഹിതന്മാരുണ്ട്. അവർ സാക്ഷ്യപ്പെടുത്തിയിട്ട് 14-ാം തീയതി ഈ ആടിനെ അവർ കൊല്ലും. വെറുതെ ആടിൻ്റെ കഴുത്ത് കണ്ടിക്കും, കുറച്ച് രക്തമെടുക്കും, അത് ബലിപീഠത്തെ കൊണ്ട് ഒഴിക്കും, അപ്പുറത്തേക്ക് മാറ്റി ആടിൻ്റെ തൊലി പൊളിക്കും, അതിൻ്റെ വയറ്റിലുള്ള സാധനമൊക്കെ എടുത്ത് കളയും. എന്നിട്ട് ആടിനെ അത് കൊണ്ടുവന്നവർക്ക് കൊടുക്കും. അന്ന് വൈകിട്ട് ഇതിനെ ചുട്ട് തിന്നണം. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് ഈ പള്ളിയിൽ നിന്ന്, ഈ ജെറൂസലം ദേവാലയത്തിൽ നിന്ന് വീണ്ടും ഇവരുടെ വീട് വരെ എത്തി ഈ ആടിനെ അന്ന് ചുട്ട് ഭക്ഷിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവരെ കുടുംബമടച്ച് പെസഹായ്ക്ക് ഇസ്രായേലിലേക്ക് വരാൻ തുടങ്ങി. ജെറൂസലേമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ജെറൂസലേത്തിൽ കുടുംബമടച്ച് ഇവിടെ വന്ന് എവിടെയെങ്കിലും കൂടാരം അടിച്ച് താമസിക്കും. എന്നിട്ട് ആടിനെ തിരഞ്ഞെടുക്കും, അവിടെ കൊണ്ട് കൊടുക്കും, അതിനെ രക്തമെടുത്ത് ബലിപീഠത്തിൽ ഒഴിക്കും, തൊലി പൊളിക്കും, ആടിനെ തിരിച്ചു കൊടുക്കും. ആ ആടിനെ അവർ കൊണ്ടുവന്ന് ഈ കൂടാരത്തിൽ വെച്ച് അതിനെ തീയിൽ ചുട്ട് കയ്പുള്ള ഇലകളും പുളിക്കാത്ത അപ്പവുമായിട്ട് ഭക്ഷിക്കും.
അങ്ങനെ പെസഹ ആചരിക്കുകയാണ്. ഞാൻ പറഞ്ഞു 25-30 ലക്ഷം യഹൂദന്മാർ വരെ പെസഹ ആചരിക്കാൻ ജെറൂസലമിൽ വരുമായിരുന്നു. ഒരു പെസഹായിക്ക് ഏകദേശം 2,56,000 ആടുകളെ വരെ ജെറൂസലം ദേവാലയത്തിൽ ഒരു ദിവസം കൊല്ലുമായിരുന്നു. അതിന് മാത്രം സംവിധാനങ്ങളും പുരോഹിതരും ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവും മാതാവും യോസേപ്പിതാവുമൊക്കെ ഇങ്ങനെ പെസഹ ആഘോഷിക്കാൻ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പെസഹ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഉണ്ണി യേശുവിനെ കാണാതെ പോകുന്നതുമൊക്കെ. അങ്ങനെ യേശുവിൻ്റെ പരസ്യജീവിതം വന്നു. പരസ്യജീവിതത്തിൽ 3-ാമത്തെ വർഷമെത്തി. അപ്പോഴാണ് പെസഹ വന്നത്. അപ്പോസ്തലന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? യേശു സ്ഥലം പറഞ്ഞു കൊടുത്തു. സ്ലിഹന്മാർ അവിടെ പോയി പെസഹ ഒരുക്കി. അങ്ങനെ യേശുവും സ്ലിഹന്മാരും കൂടി പെസഹ ആചരിക്കാനായിട്ട് അവിടെ കൂടി. അവിടെ കൂടുമ്പോഴാണ് യേശു അപ്പമെടുത്ത് ആശീർവദിച്ചുകൊണ്ട് പറയുന്നത്, ഇത് എൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. കാസയെടുത്തുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവിൻ. ഇത് ഒരു പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. അങ്ങനെ യേശു തൻ്റെ അപ്പം തൻ്റെ ശരീരമാക്കി മാറ്റി അത് ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റി നമ്മൾ കുടിക്കണമെന്ന് പറഞ്ഞു. അതിലൂടെ തൻ്റെ രക്തത്തിലൂടെ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണെന്നും ഇത് എല്ലാ കാലവും നിങ്ങൾ തുടരണമെന്നും യേശു പറഞ്ഞു. അതുവഴി പഴയ നിയമത്തിലെ പെസഹ ആഘോഷത്തെ കർത്താവ് മാറ്റിക്കളയുക ചെയ്തത്. ഇനി മുതൽ ആടിനെ കൊല്ലേണ്ട, ഇനി മുതൽ ആടിൻ്റെ രക്തം തളിക്കേണ്ട, ഇനി മുതൽ ആടിനെ ചുട്ട് ഭക്ഷിക്കേണ്ട. പകരം യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചാൽ മതി, യേശുവിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നാൽ മതി എന്ന് പറഞ്ഞ് ഈശോ പുതിയ ഒരു പെസഹ സ്ഥാപിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ പെസഹ ആഘോഷിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അനുസ്മരിക്കുന്നത് ഈ ഈശോ സ്ഥാപിച്ച പുതിയ പെസഹ അനുസ്മരണമാണ്. അപ്പത്തിനെയും വീഞ്ഞിനെയും തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്നതിനെയും ദുഃഖവെള്ളിയാഴ്ച ഈശോ കുരിശിൽ മരിച്ചതിനെയുമൊക്കെ നമ്മൾ ഈ ദിവസം അനുസ്മരിക്കുകയാണ്. അത്തരമൊരു പെസഹ വ്യാഴാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെസഹ ആഘോഷിക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ഓർക്കുകയാണ്. ഒന്ന്, പഴയ നിയമത്തിലെ പെസഹ പുറപ്പാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നു. രണ്ടാമത്, ആ പഴയ നിയമത്തിലെ പെസഹയെ മാറ്റിയിട്ട് യേശു പുതിയ പെസഹ സ്ഥാപിച്ചത് നമ്മൾ അനുസ്മരിക്കുന്നു. മൂന്നാമത്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നു. ഈ പെസഹ വ്യാഴാഴ്ചയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. നാലാമത്, ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുകയാണ്. അഞ്ചാമത്, ഈശോ സ്ലിഹന്മാരുടെ പാദം കഴുകിക്കൊണ്ട് എളിമയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒരു ജീവിതശൈലി നമ്മളെ കാണിച്ചു തന്നതും നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പെസഹ ആചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കാം. ഇനി പഴയ നിയമത്തിലെ പെസഹയും പുതിയ നിയമത്തിലെ പെസഹയും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഞാനത് ഓരോന്നും നിങ്ങളോട് ഇപ്പോൾ പറയാം. പഴയ നിയമത്തിലെ പെസഹയിൽ അവർ അനുസ്മരിച്ചിരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പെസഹയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശു നമ്മളെ മോചിപ്പിച്ച കാര്യമാണ്. പഴയ നിയമത്തിൽ വിമോചനത്തിന് നേതൃത്വം നൽകിയത് മോശയാണ്. പുതിയ നിയമത്തിൽ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ കറയില്ലാത്ത ആടിനെ കൊന്ന് ചുട്ടു ഭക്ഷിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കറയില്ലാത്ത ആട്ടിൻകുട്ടിയായി മരിക്കുന്നു. യേശുവിൻ്റെ ശരീരരക്തങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പഴയ നിയമത്തിൽ ആടിൻ്റെ രക്തം ഇസ്രായേൽക്കാരുടെ ആദ്യജാതരെ രക്ഷിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം നിത്യമായ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ്. പഴയ നിയമത്തിൽ തീയിൽ ചുട്ട് ആടിൻ്റെ മാംസം ഭക്ഷിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ വൈകുന്നേരം 3 മണിക്കാണ് ആടിനെ കൊന്നത് എങ്കിൽ പുതിയ നിയമത്തിൽ ഉച്ചകഴിഞ്ഞ് അതേ 3 മണിക്കാണ് യേശു കുരിശിൽ മരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നു, ആടിൻ്റെ അസ്ഥികൾ ഒന്നുപോലും തകർക്കരുത്, ഒരെല്ല് പോലും പൊട്ടിക്കരുത് ആടിൻ്റെ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, യേശുവിൻ്റെ ഒരസ്ഥി പോലും തകർത്തില്ല.
പഴയ നിയമത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ഓർക്കാനും ആ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനാണ് പെസഹ ആചരിച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് യേശു ക്രിസ്തു വഴി നമുക്ക് നേടിയ ആത്മരക്ഷയെ പറ്റിയാണ്. അപ്പോൾ ഈ യാത്രയിൽ, ഞാൻ പറഞ്ഞ കഥയിൽ 5 യാത്രകൾ നമ്മൾ ഓർക്കണം. ഒന്നാമത്തെ യാത്ര അബ്രാഹാം ഈ മെസൊപ്പൊട്ടാമിയയിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് നടത്തിയ യാത്ര. രണ്ടാമത്തെ യാത്ര പൂറി യൗസേപ്പ് ഒരു അടിമയായി ഈജിപ്തിലേക്ക് പോയ യാത്ര. മൂന്നാമത്തെ യാത്ര യാക്കോബ് സ്ഥിരം താമസിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് നടത്തിയ യാത്ര. നാലാമത്തെ യാത്ര ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ വാഗ്ദാന നാട്ടിലേക്ക് നടത്തിയ യാത്ര. ഇനി 5ാമത്തെ ഒരു യാത്രയുണ്ട്. 5ാമത്തെ യാത്ര നടത്തുന്നത് നമ്മളാണ്. അതിലെ കഥാപാത്രങ്ങൾ നമ്മളാണ്. 5ാമത്തെ യാത്രയിലെ കഥാപാത്രങ്ങൾ നമ്മളാ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര ഈ ഭൂമിയിലൂടെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയാണ്. നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഈ തീർത്ഥ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പെസഹ നമ്മൾ ആചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2020 പെസഹ നമ്മൾ ആചരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് സാധാരണ പള്ളിയിൽ നടത്തുന്ന ഒരു ചടങ്ങുകളുമില്ല. ടെലിവിഷനിൽ കൂടെ കാണാനും പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിയുമെങ്കിലും ഒരു ചടങ്ങ് നമുക്ക് ഇല്ല. നമുക്കാകെ ഒരു ചടങ്ങുള്ളത് നമ്മുടെ വീട്ടിൽ നടത്തുന്ന അപ്പം മുറിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വർഷത്തെ അപ്പം മുറിക്കൽ ശുശ്രൂഷ നമ്മളേറ്റവും മനോഹരമായ ഒരു ആത്മീയ ശുശ്രൂഷയായിട്ട് നടത്തണം. നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ അപ്പം പുഴുങ്ങണം. ഒരുപക്ഷെ പല വീട്ടിലും അപ്പം മുറിക്കാൻ ഈ വർഷം ഓല കിട്ടിയിട്ടുണ്ടാവില്ല. സാരമില്ല, നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ വർഷത്തെ ഓലയുടെ കുറച്ചിരിപ്പുണ്ടാകും. ആ ഓലയുടെ ഒരു കഷ്ണമെടുത്ത് അപ്പമുണ്ടാക്കാം. അപ്പം വീട്ടിലെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടുകൂടി ഉണ്ടാക്കണം. ഇത് വീടൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി വെക്കണം. ഭക്ഷണമേശ, ബാക്കി എല്ലാ പാത്രങ്ങളും എല്ലാം മാറ്റി അത് തുടച്ച് വൃത്തിയാക്കി, പറ്റുമെങ്കിൽ ഒരു കുരിശുരൂപവും ഒരു ബൈബിളും 2 മെഴുകുതിരി ഒരു പൂക്കളുമൊക്കെ വെക്കണം. എന്നിട്ട് ആദരവോടുകൂടി ഈ പെസഹ അപ്പം ആ മേശയിൽ കൊണ്ട് വെക്കണം. കുടുംബാംഗങ്ങളെല്ലാവരും കുളിച്ച് നന്നായിട്ട് വസ്ത്രം ധരിച്ച്, ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നതല്ല ഒരുങ്ങി ആ മേശയ്ക്ക് ചുറ്റും കൂടണം. നിശബ്ദത പാലിക്കണം. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായവും ഒന്ന് വായിക്കുക. അതിനുശേഷം സാധിക്കുമെങ്കിൽ കുടുംബനാഥൻ ആ വായനകളുടെ വെളിച്ചത്തിൽ ചെറിയൊരു ധ്യാനചിന്ത പറയുക, അല്പസമയം പ്രാർത്ഥിക്കുക. എന്നിട്ട് അപ്പം കുടുംബനാഥനൊന്ന് പ്രാർത്ഥിച്ച് വെഞ്ചിരിക്കുക. എന്നിട്ട് അദ്ദേഹം അത് ആദരവോടെ മുറിക്കുക. ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുക. പള്ളിയിൽ അച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് കൊടുക്കുന്ന പോലെ ആദരവോടുകൂടി കുടുംബനാഥന് ഓരോരുത്തർക്കും കൊടുക്കുക. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്ന പോലെ കയ്യിലേത് ഏറ്റുവാങ്ങുക. എന്നിട്ട് ആ അപ്പവും പാലും നമ്മൾ കഴിച്ച് പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കുക. അങ്ങനെ ഈ വർഷത്തെ ഈ പെസഹ ആചരണം ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായി തീരണം. ഈ വർഷം നമ്മൾ മറ്റൊരു വീട്ടിൽ അപ്പം മുറിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയും വരുത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും ആഘോഷമായ ഒരു അനുഭവമാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പെസഹ വ്യാഴവും അനുഗ്രഹീതമായ ഒരു വലിയ ആഴ്ചയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഇന്നത്തെ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.